എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാളയിൽ ഒരു 16-കാരന് നേർക്ക് പീഡനം ഉണ്ടായതിൽ മാളയിലെ CPIM ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു ഇടപെടൽ നടന്നിരിക്കുകയാണ്. പരാതി നൽകിയ പയ്യൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇരയായി മാള പോലീസ് സ്റ്റേഷൻ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജൂൺ 15-ാം തീയതി ഞായറാഴ്ച എൻ്റെ അമ്മയെ 2 വനിതാ പോലീസുകാർ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിലിരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. സ്കൂൾ അവധിയായതിനാൽ ഞാൻ എൻ്റെ വീടിൻ്റെ 8 കിലോമീറ്റർ അപ്പുറത്തുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു. അളിയനെയും പെങ്ങളെയും വിളിച്ചിട്ട് എന്നെ ഉടനടി സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞു. അവർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അളിയനെയും പെങ്ങളെയും ഭീഷണിപ്പെടുത്തി അവരെ ജയിലടയ്ക്കുമെന്ന് പറഞ്ഞു. എന്നെ സ്റ്റേഷന്റെ പുറകിൽ കൊണ്ടുവന്ന് ഒരു മേഡം മൊഴിയെടുത്തു. മൊഴിയിൽ പറഞ്ഞ കാര്യം അവർ എഴുതി ചേർത്തതാണ്. ഇങ്ങനെ എഴുതിയാലാണ് കേസിന് ബലം കിട്ടുമെന്ന് പറഞ്ഞ് എഴുതി ചേർത്ത പേപ്പറിൽ എന്നെയും കൊണ്ട് ഒപ്പിടിച്ചു. പിറ്റേ ദിവസം ചാലക്കുടി കോടതിയിൽ കൊണ്ടുപോയി എൻ്റെ മൊഴിയെടുത്ത ജഡ്ജി മേഡത്തിനോട് ഞാൻ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും ഞാൻ ആർക്കെതിരെയും പരാതി നൽകിയിട്ടില്ല എന്നും മാള CI എന്നെ പേടിപ്പിച്ചതുകൊണ്ട് ആ മേഡം പറഞ്ഞ പ്രകാരം ഞാൻ ഒപ്പിട്ട് നൽകിയതാണ്. എൻ്റെ അമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അമ്മയെയും പെങ്ങളെയും അളിയനെയും ജയിലടയ്ക്കുമെന്ന് പേടിപ്പിച്ചതിലും എനിക്ക് പരാതിയുണ്ട്. ആയതുകൊണ്ട് മാള സ്റ്റേഷനിലെ CIയും എൻ്റെ മൊഴിയെടുത്ത മേഡത്തിനെതിരെയും നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ പയ്യൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി. ഈ പരാതിയിൽ ഊന്നൽ കൊടുത്ത് പറയുന്നത്, പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അമ്മയുടെ പ്രതികരണം ജെഫേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഇങ്ങനെ വിഷയങ്ങൾ നടക്കുന്നത്? പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമായ സംഭവമാണ്. ഈ പോക്സോ കേസിൽ പരാതി നൽകി എന്ന് പറയുന്ന ആ പയ്യൻ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരിയെയും അളിയനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് എന്നാണ്. ഇത് തീർച്ചയായിട്ടും അതീവ ഗൗരവമറിയിക്കുന്ന സംഭവമാണ്. കേരളം പോലുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സേനയെക്കുറിച്ചുള്ള മതിപ്പും അതുപോലെ തന്നെ വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിൽ എന്തുമാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലത്തെ മറ്റ് നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ പോക്സോ കേസിൽ പരാതി നൽകി എന്ന് പറയുന്ന ഈ CPIM ലോക്കൽ കമ്മിറ്റി അംഗം, മാളയിലെ CPIM ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിക്കെതിരെ പരാതി നൽകിയ ആ പയ്യൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. എന്നെ മനഃപൂർവ്വം ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത് എന്നുള്ള സാഹചര്യം വ്യക്തമാക്കുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ജെഫേഴ്സിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഞായറാഴ്ച ഞാൻ പണിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ വന്നപ്പോൾ അയൽക്കാർ പറഞ്ഞു, 2 ടീച്ചർമാർ വന്നു സ്കൂളിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് ടീച്ചർമാർ വന്നു പറഞ്ഞാൽ അയൽക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചർമാരാ? ഞാൻ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി പട്ടിക്ക് ചോറ് കൊടുക്കാൻ മേടിക്കാൻ വേണ്ടി ഞാൻ ജംഗ്ഷനിലേക്ക് പോകും വഴി കടയുടെ അടുത്ത് വെച്ച് 2 ടീച്ചർമാർ വന്ന് എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേന്ന് പറഞ്ഞു. ഞങ്ങൾ ടീച്ചർമാരല്ല, ഞങ്ങളിവിടെ അയൽക്കാരിൽ പറഞ്ഞതാ, ഞങ്ങൾ മാള പോലീസ് സ്റ്റേഷന് വരുന്നതാ, ഇങ്ങനെ ഒരു കേസായിട്ട് വരുന്നതാന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുചെന്ന് വാതിൽ തുറന്ന് ഡ്രസ്സ് മാറുന്ന വരെ ആ 2 പോലീസ് സാറുമാർ അവിടെ ഇരുന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങി ജംഗ്ഷനിൽ കൂടെ വീടിൻ്റെ അടുത്തൂടെ എന്നെ 2 സാറുമാർ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ നടന്ന് എന്നെ കൊലപ്പുള്ളികൾ കൊണ്ടുപോകണ പോലെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ ഓട്ടോ വിളിച്ച് എന്നെ നേരിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഷീജു ഷാജി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്നോട് നിർത്തി കഴിഞ്ഞപ്പോൾ CIയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. കുറച്ചു നേരം അവിടെ എത്തി കഴിഞ്ഞപ്പോൾ CI ചോദിച്ചു, നിങ്ങൾക്കറിയൂ ഇതിന്റെ ഭവിഷ്യത്വം എന്തൊക്കെ സാറേ? അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നു സാറേ ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ്, CI സാർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിത് അറിയോ, ഇതിന്റെ നിയമപരമായി അറിയോ, കുട്ടി എന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൊച്ചിന് എനിക്ക് പണിയും കാര്യങ്ങളില്ലാത്ത കാരണം ഞാൻ അങ്ങനെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ആങ്ങളുടെ കുട്ടിയുടെ വീട്ടിലേക്ക് വിട്ടേക്കാം സാറേന്ന്. ആ കുട്ടീനെ വിളിച്ചു ചേർത്ത് എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളടക്കം ജയിലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഈ പരാതി നൽകിയിട്ടുള്ള കുട്ടിയുടെ അമ്മയുടെ വീഡിയോ ജെഫേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഏകദേശം 5 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. ആ വീഡിയോയിൽ പല പേരുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് പുറത്തു പറയാൻ പറ്റുന്ന സംഭവം അവരുമായിട്ട് മറ്റു പരാതികളോ അവർക്കെതിരെ മറ്റു പരാതികളോ ഒന്നും നൽകിയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോലീസ് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി എന്താണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്, ഇപ്പോൾ ഈ വീട്ടമ്മ നൽകിയിട്ടുള്ള വീഡിയോയും അതിൽ പറയുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി തന്നെ അന്വേഷിച്ച് ആരാണ് ഇവരെ സമ്മർദ്ദത്തിലാഴ്ത്തിയത്, ഈ വീട്ടമ്മയെ സമ്മർദ്ദത്തിലാഴ്ത്തിയതും ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പരാതി കൊടുപ്പിക്കാനായിട്ട് ഒക്കെ ഇടപെടൽ നടത്തിയത് ആരാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടൊക്കെ പരിശോധിച്ച് വിഷയത്തിൽ ഊർജിതമായ ഇടപെടൽ നടത്തണമെന്നാണ് പറയുന്നത്. നമ്മുടെ പോലീസ് സേന ഇന്ത്യയിലെ തന്നെ മികച്ചൊരു പോലീസ് സേനയാണ്. ആ പോലീസ് സേനയ്ക്കെതിരെയുള്ള ഇത്തരം പരാതികൾ അതീവ ഗൗരവം അർഹിക്കുന്നു. വളരെ ഊർജിതമായ ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.